എല്ലാവർക്കും സെക്യൂർ പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളം ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. അതിൽ ഘടകപദം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്. സോ അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം മലയാളം ഡിഗ്രി പ്രിലിംസിന് 10 മാർക്കാണ് വെയിറ്റേജ്. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ പേപ്പർ 1 മലയാളത്തിന് 13 മാർക്കാണ് ഉള്ളത്. പ്രിലിംസിന് 10 മാർക്കും മെയിൻസിന് 13 മാർക്കും ആണ് മലയാളത്തിന് വേണ്ടിയിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഘടകപദം എന്ന് പറയുന്നത് എന്താണ്? 2 വാക്കുകളെയോ അല്ലെങ്കിൽ 2 വാക്യങ്ങളെയോ തമ്മിൽ യോജിപ്പിക്കുന്ന, അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പദമാണ് ഘടകപദം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണം എങ്കിലും, ഓ ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഘടകപദം എന്നിട്ട് ബ്രാക്കറ്റില് വാക്യം ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാന്ന് വിചാരിക്കുക. മൂന്നാർ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. അത് ആദ്യത്തെ വാക്യം. രണ്ടാമത്തെ വാക്യം കോവളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ഇത് വാക്യം ചേർത്ത് എഴുതണം. അതായത് ഘടകപദം ചേർത്ത് എഴുതണം. എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? മൂന്നാറും കോവളവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ഈ 2 വാക്യങ്ങളെ നമ്മൾ ചേർത്ത് എഴുതുമ്പോ മൂന്നാറും, കണ്ടോ, മൂന്നാറും കോവളവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല എങ്ങനെയാണ്, എന്താണ് ഈ ഘടകപദം എന്നോട് ഉദ്ദേശിക്കുന്നതെന്ന്. അടുത്തത്, മഴ പെയ്തെങ്കിലും ചൂട് മാറിയിട്ടില്ല. ഇതിലേതാണ് ഘടകപദം? ഘടകപദം കണ്ടെത്തുക. മഴ പെയ്തെങ്കിലും ചൂട് മാറിയിട്ടില്ല. ഇവിടെ ഘടകപദം എന്താണ്? എങ്കിലും. മഴ പെയ്തു, ചൂട് മാറിയിട്ടില്ല. ഈ 2 വാക്യത്തെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണ്? എങ്കിലും എന്ന ഘടകപദമാണ്. അപ്പം ഘടകപദം ചേർത്ത് ഒരു വാക്യം ഉണ്ടാക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു വാക്യം തന്നിട്ട് അതിലെ ഘടകപദം ഏതാണ് എന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.